നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീട് അധികം ബഡ്ജറ്റല്ലാത്ത രണ്ട് പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെ മധ്യത്തിലായി തൃശ്ശൂർ ടൗണിൻ്റെ ഏറ്റവും അടുത്തായി വീടിൻ്റെ മുൻവശത്ത് അത്യാവശ്യം കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന, വീട്ടിലേക്ക് വരുന്ന കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതും, വീടിൻ്റെ ഓണറുടെ കാറ് പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് കവേർഡ് കാർ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള, ചുറ്റുപാടും അത്യാവശ്യത്തിന് പെരുമാറുന്നതിനും ആവശ്യമായ സൗകര്യങ്ങളോടുകൂടി, സ്ഥല സൗകര്യത്തോടു കൂടി, അധിക സ്ഥലമല്ല എന്നിരുന്നാലും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള 3 ബെഡ്റൂമിൻ്റെ അധികം ബഡ്ജറ്റല്ലാത്ത ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും വീടിൻ്റെ മുൻവശത്ത് കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ വീടിൻ്റെ ചുറ്റുപാടുള്ള സ്ഥല സൗകര്യം കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടിട്ട് വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ കാണാം. വീടിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക്, ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ചാനലിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള ചെറുതും വലുതുമായ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നും കുറച്ച് ബാക്കിലോട്ട് സഞ്ചരിക്കുമ്പോൾ, വളരെ കുറച്ച് മാത്രം സഞ്ചരിക്കുമ്പോൾ, പിന്നീട് ഒരു ദീർഘചതുരത്തിൽ പെടുന്ന ഒരു സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീട് സ്ഥലമാണ്. ഏകദേശം 8.25 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ കാണുന്ന 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിൻ്റെ വീട് ഉള്ളത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ രണ്ട് സൈഡ് ഭാഗത്തും ബാക്ക് സൈഡിലൊക്കെ ആയി അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറുന്നതും, ഒരു ഭാഗത്ത് ഇത്തിരി കൂടി അധിക സ്ഥല സൗകര്യവും, ആ സ്ഥലം അതിൻ്റെ ബാക്ക് സൈഡും അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധി കഴിഞ്ഞാൽ തൊട്ടടുത്ത പഞ്ചായത്തായ അവണിശ്ശേരി പഞ്ചായത്തിലെ ആനക്കല്ല് പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ഉള്ളത്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, പാലക്കൽ സെൻറ്ററിൽ നിന്നും ഏകദേശം 1.25 കിലോമീറ്റർ ഡിസ്റ്റൻസും, അതുപോലെ തന്നെ ആനക്കല്ല് സെൻറ്ററിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഒല്ലൂർ സെൻറ്ററിൽ നിന്നും 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, ബസ് റൂട്ടിൽ നിന്നും കേവലം വെറും 150 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീട്. അധികം ബഡ്ജറ്റില്ലാത്ത ഈ പ്രദേശത്തെ സെൻറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് അധികം ബഡ്ജറ്റല്ലാത്ത ഏകദേശം 8.25 സെൻറ്റ് സ്ഥലത്തിൽ 1100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഉള്ളത്. ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 15 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ ഈ വീട് പുതിയതാക്കിയിട്ട് പുതുക്കി ഏകദേശം 5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വീടാണ്. ഈ പ്രദേശത്ത് വരുന്ന സെൻറ്റിൻ്റെ റേറ്റും വീടിൻ്റെ ഈ ചിലവാക്കിയ റേറ്റൊക്കെ കൂടി ഏകദേശം കണക്ക് കൂട്ടിയിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. 8.25 സെൻറ്റ് സ്ഥലത്തിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 45 ലക്ഷം രൂപയാണ്. ചെറിയ തോതിൽ, നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ്. എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വീടാണ്. വീടിൻ്റെ മുൻവശത്ത് സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ നീളത്തിലുള്ള ഒരു വലിയ ഹാള്, 3 ബെഡ്റൂമാണ്. അധികം വലിപ്പമില്ലാത്തതും പണ്ടത്തെ ഏകദേശം 15 കൊല്ലത്തെ കൺസെപ്റ്റ് പ്രകാരം പണിതിട്ടുള്ള ഈ വീട് ആ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീടിന് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം ബാത്റൂം 3 ബെഡ്റൂമുകൾക്ക് കൂടിയിട്ട് ഹാളിൽ നിന്ന് കടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കോമൺ ബാത്റൂമാണ്. അതുപോലെ തന്നെ വർക്ക് ഏരിയയോട് ചേർന്നിട്ട് മറ്റൊരു ബാത്റൂമും ഉണ്ട്. അത്തരത്തിലാണ് 8.25 സെൻറ്റ് സ്ഥലത്തിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിൻ്റെ ഈ വീട് 45 ലക്ഷം, വറ്റാത്ത കിണറോട് കൂടിയ ഈ വീടിന് 45 ലക്ഷം രൂപ ഓണർ വില പറഞ്ഞിട്ടുള്ളത്. വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കുക.
3 ബെഡ്റൂമാണ്. സിറ്റ് ഔട്ട് ഉണ്ട്, വലിയൊരു ഹാള്, 3 ബെഡ്റൂം. മൂന്ന് ബെഡ്റൂമിൽ നിന്നും പ്രവേശിക്കാൻ സാധിക്കുന്ന രീതിയിലൊരു കോമൺ ബാത്റൂം. കിച്ചണോട് ചേർന്ന് പണ്ടത്തെ കൺസെപ്റ്റിൽപ്പെടുന്ന പോലെ തന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്. അതുകൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം. ചുറ്റുപാടും അത്യാവശ്യം പെരുമാറുന്നതിന് വേണ്ട സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ വീട് ഉള്ളത്. ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസും അമ്പല പരിസരത്തേക്ക് 1/2 കിലോമീറ്റർ, 2 സ്കൂളുകളിലേക്ക് ഏകദേശം 1/4-1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ഉള്ളത്. ഏകദേശം 15 കൊല്ലത്തെ പഴക്കമുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റും ആ കാലഘട്ടത്തിലുള്ള വീടിൻ്റെ പ്ലാനും ഉപയോഗിച്ചിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ വ്യക്തമായിട്ട് കാണാം. എല്ലാ റൂമുകളിലും ബെർത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചണിലും ഉൾപ്പെടെ സ്ലാബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്റ്റോറേജ് സംവിധാനത്തോടു കൂടി ആ കാലഘട്ടത്തിലുള്ള വീടുകൾക്ക് മറ്റൊരു വളരെ പ്രത്യേകതയായിട്ടുള്ളത് ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കും. ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സ്റ്റോർ റൂമോട് കൂടിയിട്ടുള്ള അത്തരത്തിൽ ഈ വീടിനും ഒരു സ്റ്റോർ റൂമിൻ്റെ സൗകര്യമൊക്കെ ഇട്ടിട്ട് ഒരു വർക്ക് ഏരിയയോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ എല്ലാ യാത്രാ സൗകര്യങ്ങളിലേക്കും പ്രാദേശിക സൗകര്യങ്ങളിലേക്കും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ബസ് റൂട്ട് വെറും 100-150 മീറ്റർ മാത്രം. അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം 10 മിനിറ്റ് മാത്രം യാത്ര. അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തേക്ക് പോകുകയാണെങ്കിലും തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ എല്ലാ പ്രദേശങ്ങളിലേക്കും കണക്ഷൻ റോഡുള്ള ഇതിൻ്റെ മധ്യത്തിലാണ് അവണിശ്ശേരി പഞ്ചായത്തിലെ ആനക്കല്ല് പ്രദേശമുള്ളത്. അതിനോട് ചേർന്ന് ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ കോർപ്പറേഷൻ പരിധിയുടെ തൊട്ടടുത്ത് പഞ്ചായത്തായ അവണിശ്ശേരി പഞ്ചായത്തിലാണ് ഈ കാണുന്ന വീടുള്ളത്. 1100 സ്ക്വയർ ഫീറ്റുള്ള കാരണം വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പെരുമാറുന്നതിനുള്ള സ്ഥല സൗകര്യവും 3 ബെഡ്റൂം തന്നെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ ആവശ്യമുണ്ട്, സ്റ്റോർ റൂമുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഏരിയയിലും അത്യാവശ്യം പെരുമാറുന്നതിന് വേണ്ട സ്ഥല സൗകര്യമാണ്. ബാക്ക് സൈഡിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അലക്കുകല്ലുണ്ട്, അത്യാവശ്യം ഈ വീട്ടിലേക്ക് ആവശ്യമായ നാളികേരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന തെങ്ങുകളുണ്ട്. അതുപോലെ തന്നെ കോണി പുറത്തുനിന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീട് കാണുന്നതിനും ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഈ പ്രോപ്പർട്ടിയുടെ 80, 90, 95% ലോൺ ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്നതുമായ, അതുപോലെ തന്നെ സാലറിയുടെ 50-60% ലോൺ ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വീടാണ്. എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ ലോൺ സൗകര്യത്തോടു കൂടി ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.